ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ മരണമാണ് ജീവിതത്തിൻ്റെ അമൂല്യം പഠിപ്പിക്കുന്നത്. ബുദ്ധൻ്റെ ജ്ഞാനം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇനി ജീവിക്കാൻ ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഇന്ന് ആരെങ്കിലും ഉറപ്പായി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുമോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരോട് പറയാനുള്ള സ്നേഹവാക്കുകൾ പിന്നെ ഒരിക്കലേക്ക് മാറ്റുമോ? അല്ലെങ്കിൽ ഓരോ ദിവസവും അവസാന ദിവസമാണെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ തുടങ്ങുമോ? ഇതാണ് ബുദ്ധൻ്റെ മഹത്തായ ജ്ഞാനങ്ങളിൽ ഒന്ന്. മരണം നമ്മെ ഭയപ്പെടുത്താനല്ല, ഉണർത്താനാണ്. ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുരു മരണമാണ്. മിക്ക ആളുകളും ജീവിക്കുന്നത് അവർക്ക് അനന്തമായ സമയം ലഭിച്ചിട്ടുണ്ടെന്ന ധാരണയിലാണ്. ഇത് ഞാൻ പിന്നീട് ചെയ്യും, അടുത്ത മാസം തുടങ്ങാം, ഒരു ദിവസം എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കും എന്ന് അവർ പറയുന്നു. പക്ഷേ ആ ഒരു ദിവസം പലർക്കും ഒരിക്കലും വരാറില്ല. ബുദ്ധൻ പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാം അനിത്യമാണെന്ന്. സമ്പത്തും, അതായത് ഒന്നും സ്ഥിരതയുള്ളതല്ല. സമ്പത്തും പ്രശസ്തിയും സൗന്ദര്യവും അധികാരവും ഒന്നും ശാശ്വതമല്ല. നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന എല്ലാം ഒരു ദിവസം നമ്മളെ കൈവിട്ടു പോകും. ഈ സത്യം ആദ്യം കേൾക്കുമ്പോൾ വിഷമകരമായി തോന്നാം. എന്നാൽ അതിനുള്ളിൽ ഒരു വലിയ മോചനമുണ്ട്. ജീവിതം ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കുന്ന നിമിഷം ഓരോ ദിവസത്തിൻ്റെയും വില നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നു. സൂര്യോദയം മുതൽ മനോഹരമാകുന്നു. പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള സമയം കൂടുതൽ വിലപ്പെട്ടതാകുന്നു. ഒരു സാധാരണ നിമിഷം പോലും ഒരു അനുഗ്രഹമായി തോന്നുന്നു. മരണം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ ശരിക്കും ജീവിക്കുന്നുണ്ടോ, അതോ വെറും നിലനിൽക്കുകയാണോ? പലരും ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം മറ്റുള്ളവർ എന്തു ചിന്തിക്കുമെന്ന ആശങ്കയിൽ ചെലവഴിക്കുന്നു. ചിലർ സമ്പാദ്യത്തിൻ്റെ പിന്നിലേക്ക് ഓടുന്നു. ചിലർ പ്രശസ്തിയുടെ പിന്നാലെ. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇവയൊന്നും അത്ര പ്രധാനമല്ല. അപ്പോൾ പ്രധാനമാവുന്നത് നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നതല്ല, നിങ്ങൾ എത്ര സ്നേഹിച്ചു എന്നതാണ്. നിങ്ങൾ എത്ര കരുണ കാണിച്ചു എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടർന്നു എന്നതാണ്. മരണത്തെ ഓർക്കുന്നത് ജീവിതത്തെ ഇരുണ്ടതാക്കുന്നില്ല, മറിച്ച് അത് കൂടുതൽ തെളിച്ചമുള്ളതാക്കുന്നു. കാരണം സമയം പരിമിതമാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും കൂടുതൽ അർത്ഥവത്തായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അതിനാൽ ഇന്നു മുതൽ ജീവിക്കാൻ തുടങ്ങൂ. പറയാനുള്ളത് പറയൂ. ക്ഷമിക്കാനുള്ളവരെ ക്ഷമിക്കൂ. ആരംഭിക്കാനുള്ളത് ഇപ്പോൾ തന്നെ ആരംഭിക്കൂ. കാരണം നമുക്ക് ഉറപ്പുള്ളത് ഒരു കാര്യം മാത്രമാണ്: ഈ ദിവസം നമുക്ക് ഉറപ്പുള്ളത് ഒരു കാര്യം മാത്രമാണ്: ഒരു ദിവസം ഈ യാത്ര അവസാനിക്കും. എന്നാൽ ആ ദിവസം വരുന്നത് വരെ ഓരോ ദിവസവും പൂർണ്ണമായി ജീവിക്കാനുള്ള അവസരം നമുക്കുണ്ട്. അതുകൊണ്ട് ഓർമ്മിക്കൂ, മരണമാണ് ജീവിതത്തിൻ്റെ ശത്രുവല്ല. മരണമാണ് ജീവിതത്തിൻ്റെ മൂല്യം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുരു. അതുകൊണ്ട് നാളെയെ കാത്തിരിക്കരുത്. ഇന്ന് ജീവിക്കൂ, ഇപ്പോൾ ജീവിക്കൂ. കാരണം ഈ നിമിഷം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്.
ഇതാണ് ബുദ്ധൻ്റെ അമൂല്യമായ ജ്ഞാനം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം നൽകിയെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമേകുന്ന വീഡിയോകളുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.